ഞാൻ തടയുന്നൊന്നുമല്ല. കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ട് പുറത്തുനിന്ന് ആളുകളൊക്കെ കയറി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് പ്രിൻസിപ്പൽ ഇപ്പൊ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുക, ഒരാളെ പോലും പുറത്തുനിന്ന് കയറാൻ അനുവദിക്കില്ലാന്ന്. നീ ഒന്ന് നിന്റെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു നോക്കുമോളെ. ഇവൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ? അല്ലെങ്കിലേ ആരാ വരുന്നതെന്ന് അന്വേഷിച്ചിട്ട് അവരെ ഒന്ന് ഫോൺ ചെയ്ത് പറയും ഇവള് കൂടി പങ്കെടുക്കണമെന്ന്. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ? അല്ലെങ്കിൽ വേണ്ട, കോളേജിൽ പാടാൻ വരുന്നത് ആരായാലും ഇവളുടെ പേര് പറഞ്ഞാ മതി. ഇവിടെ ഈ ഉമ്മറത്ത് വന്നിരുന്ന് ഇവളെ പാടി കേൾപ്പിച്ചിട്ട് പോയിക്കോളും. എന്തൊക്കെയാ അവളുടെ ആഗ്രഹങ്ങള്? കോളേജില് ഫംഗ്ഷന് പോണം പോലും. സ്വന്തം നില മറക്കരുത്. അതെങ്ങനെയാ? അവളും അവനും കൂടി കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കല്ലേ. ഇനി ഈ കാര്യം പറഞ്ഞ് ചാടിത്തുള്ളി വെല്ലോടത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കോല് ഞാൻ തല്ലി ഓടിക്കും കേട്ടോടി. പോട്ടെ, ഞാനൊരു അബദ്ധത്തിന് ചോദിച്ചു പോയതാ. ശരി. മുത്തശ്ശി, നമ്മുടെ കേശു ഇപ്പൊ വിളിച്ചിരുന്നു. കേശു ഇല്ലേ? കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന കേശു ഇല്ലേ? മുത്തശ്ശിയോട് അവൻ കുറെ നേരം സംസാരിച്ചില്ലേ? അവന്റെ പേര് വേറെന്തോ? പേര് ഗിരിധർ. ഇത് വീട്ടിൽ വിളിക്കുന്ന പേരാ കേശു എന്ന്. അവന്റെ അല്ലേ പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു പറഞ്ഞു? അത് പറയാനാ അവൻ വിളിച്ചത്. ഇന്നേ അവന്റെ പെങ്ങക്ക് കല്യാണ പുടവ എടുക്കാൻ പോവാ. രസം എന്താന്ന് അറിയാവോ മുത്തശ്ശിക്ക്? കല്യാണ പുടവ എടുക്കാൻ വീട്ടുകാരൻ ആരുമില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന കല്യാണ പെണ്ണും ചെക്കനും മാത്രം. അങ്ങനെയും ചിലര് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊരു രസമല്ലേ? അവരൊന്നിച്ചുള്ള യാത്ര, അവരൊന്നിച്ചുള്ള സെലക്ഷൻ. സത്യം പറഞ്ഞ പ്രിയങ്കയുടെ പുടവ സെലക്ട് ചെയ്യാൻ ഞങ്ങള് രണ്ടുപേരും കൂടെ പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ അല്ലേ? നീ വളഞ്ഞു വളഞ്ഞ് എങ്ങോട്ടാ മോനെ? എനിക്ക് മനസ്സിലൊരു ഐഡിയ തോന്നിയാ എനിക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ വേറെ ആരാ ഉള്ളത്? എന്റെ പ്രായത്തിലുള്ള അതേ ചിന്തയായിട്ട് എനിക്കിവിടെ മുത്തശ്ശി മാത്രമേ ഉള്ളത്. പുടവ സെലക്ട് ചെയ്യാൻ ഞങ്ങൾ പൊക്കോളാം, വേറെ ആരും വേണ്ട. അസലായി. നീ ചെന്ന് വിളിക്കുമ്പോഴേ ദേവനാരായണൻ മോളെ പറഞ്ഞ് അയച്ചത് തന്നെ. പറഞ്ഞൊക്കെ അയക്കും, പക്ഷേ മുത്തശ്ശി ഒന്ന് പ്രസാദിക്കണം. എങ്ങനെ? ഞാനൊരു പ്ലാൻ പറയാം, പക്ഷെ മുത്തശ്ശി ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് മുത്തശ്ശി പ്രിയങ്കയുടെ അച്ഛനെ വിളിക്കുന്നു. എന്നിട്ട് പുടവ സെലക്ട് ചെയ്യാൻ മുത്തശ്ശിയുടെ കൂടെ പ്രിയങ്കയെ ഒന്ന് വിടണമെന്ന് പറയുന്നു. ഓക്കേ? എന്നിട്ട് മുത്തശ്ശി ബിജുവിനും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോയി ഇരിക്കുന്നു. പ്രിയങ്കയോട് നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വരാൻ പറയുന്നു. ഞാൻ കാറുമായിട്ട് വന്ന് പ്രിയങ്കയെ പിക്ക് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പുടവ എടുക്കുന്നു, തിരിച്ചു വരുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാവോ? കൊള്ളാടാ. നിന്റെ ഈ കുഞ്ഞു തലയില് ഇത്രയും ബുദ്ധി ഒളിച്ചിരിപ്പുണ്ടായിരുന്നോ? അല്ല, ഇത് വർക്കൗട്ട് ആവോ അത് പറ. അങ്ങനെ ചോദിച്ചാല്? അങ്ങനെ ചോദിച്ചാ നീ വല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചു പോയില്ലേ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. മുത്തശ്ശി ശ്രമിച്ചു എന്ന് പറഞ്ഞാ ദൈവം ശ്രമിക്കുന്നതിന് തുല്യമല്ലേ? മോനെ
മുത്തശ്ശി ഒരുപാടങ്ങ് പൊക്കല്ലേ. പ്ലീസ് മുത്തശ്ശി, എന്റെ കല്യാണമല്ലേ. മിക്കവാറും പ്രിയങ്ക ഇത് തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും. ശരി, ഇനി ഞാൻ നിന്റെ പ്ലാൻ അനുസരിച്ചില്ലാന്ന് വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്. ആ, ആ, ഈ കാര്യം ഞാനും നീയും പ്രിയങ്ക മോളും അല്ലാതെ 2 കുടുംബങ്ങളിലെ ഒരാള് പോലും അറിയാൻ പാടില്ല. അറിയില്ലെന്നേ. എന്നാ നോക്കാം. ഹലോ. ഹലോ, കണിമംഗലത്ത് നിന്ന് ജയഭാരതി അമ്മയാ. ആ പറഞ്ഞാട്ടെ. ലൗഡ് സ്പീക്കർ ഇട്. ഇവിടെ പ്രിയങ്ക മോൾക്ക് പുടവ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. പണ്ടൊക്കെ ആൺവീട്ടുകാര് പുടവ എടുക്കുക, പെൺകുട്ടി അത് ഉടുക്കുക, അതായിരുന്നല്ലോ ശീലം. ഇപ്പോ കുട്ടികളൊന്നും മാറി ചിന്തിക്കുന്നുണ്ട്. കല്യാണപ്പുടവയൊക്കെ അവരുടെ ഇഷ്ടത്തിന് തന്നെ വേണമെന്നാ പെൺകുട്ടികൾക്ക്. പ്രിയങ്ക മോൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. നിർബന്ധിക്ക്. നമ്മൾ ചോദിച്ചാൽ ഇല്ലെന്നേ കുട്ടികൾ പറയൂ. എന്തായാലും മനസ്സിലത് ഉണ്ടാവും. പുടവയെടുക്കാൻ ഞാൻ മോളെയും കൂട്ടി പോയാലോ ഒന്ന് ചിന്തിക്കുക. അതിന് കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? അമ്മയുടെ കൂടെ വിടുന്നതില് സന്തോഷല്ലേ ഉള്ളൂ. എങ്കിൽ നാളെ തന്നെ ഞാൻ മോളെയും കൂട്ടി പോവാ. ഓ, മോൾ എവിടെയാ വരണ്ടേന്ന് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിച്ചു പറയാം. ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ തന്നെ ഈ വിവരം മോളോട് പറഞ്ഞേക്കാം. എന്നാ ശരി. ഇതാവുമ്പോ മോൾക്ക് മോളുടെ ആഗ്രഹം നടക്കുകയും ചെയ്യും. മോള് പുടവ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് കണ്ണ് നിറച്ച് കാണുകയും ചെയ്യാലോ. വയ്ക്കട്ടെ എന്നാ. ശരി. അപ്പോ കലക്കി മുത്തശ്ശി. ഇതുപോലൊരു മുത്തശ്ശി ഉണ്ടെങ്കിൽ വേറെ എന്താ വേണ്ടത്? ഫോൺ എടുക്ക്. ഹലോ. എന്തായി ശരത്തെ? ആ കപിൽ മിശ്രയുടെ കാര്യം വല്ല നടക്കുവോ? സോറി മോളെ, കപിൽ മിശ്ര അയാളുടെ വരവ് ക്യാൻസൽ ചെയ്തു. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അവരുടെ പ്രോഗ്രാംസ് ഒക്കെ മാറി പറഞ്ഞൊക്കെ അങ്ങ് പോവും. ഞാനിനി എന്ത് ചെയ്യും ശരത്തെ? എനിക്കിനി ഒന്നും പറഞ്ഞിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം കല്യാണ പന്തലിൽ ഇറങ്ങേണ്ടി വന്നാ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും കേട്ടോ. നീ ചത്ത് കളഞ്ഞാലേ നമ്മുടെ ഡയറക്ടറുടെ സിനിമയിൽ ആരഭിനയിക്കും? എന്താ? കപിൽ മിശ്രയുടെ വഴിക്ക് പോട്ടെ മോളെ. നിന്റെ സമയം തെളിഞ്ഞു. നമ്മുടെ ഡയറക്ടറെ പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞ പടത്തിന്റെ അനൗൺസ്മെന്റ്. ഡയറക്ടർ ഓഫർ ചെയ്തതുപോലെ നീയാണ് ഹീറോയിൻ. ശരത്തെ, നീ ചുമ്മാ കളിക്കല്ലേ. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിലേ നാളെയോ മറ്റന്നാളോ പ്രൊഡ്യൂസർ നേരിട്ട് വിളിക്കും. അപ്പോ വിശ്വസിക്കാലോ. അപ്പോ സത്യാണല്ലേ? നീ എന്ത് കരുതി? നിന്നോട് അടങ്ങിയിരുന്നോളാം പറഞ്ഞിട്ട് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണോ? ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. സാരമില്ല, നിനക്ക് വേണ്ടിയല്ലേ. താങ്ക്സ് ശരത്. കല്യാണത്തിന് മുൻപ് ഇവിടെ നിന്ന് എനിക്ക് ചാടാൻ പറ്റുമല്ലോ അല്ലേ? നിന്നെ ഞാൻ ചാടിക്കും. അത് കഴിഞ്ഞ് സിനിമ തുടങ്ങിയ പിന്നെ നിന്റെ കുടുംബക്കാർക്ക് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല. നിനക്ക് നിന്റെ കരിയറാണ് വലുതെന്ന് നീ ഉറപ്പിച്ചങ്ങ് പറയണം. അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ ആ ഡയറക്ടർക്ക് ഒരു പോർട്ട്ഫോളിയോ കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നീ സ്റ്റുഡിയോ വരെ വരേണ്ടി വരും. അത് സ്റ്റുഡിയോയിലേക്കോ? സ്റ്റുഡിയോയിലേക്ക് വരാന്ന് പറഞ്ഞ എല്ലാം കൂടി നടക്കില്ലേ? നാളെ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി നീ സ്റ്റുഡിയോയിലേക്ക് വന്നേ പറ്റൂ. ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. കഷ്ടപ്പെടും മോളെ. കുറച്ചു നാൾ കഴിയുമ്പോ ഇന്റർവ്യൂവിൽ നിനക്ക് വിളിച്ചു പറയാം.
ഫീൽഡിലേക്ക് വന്നെത്തിയതിന്റെ സാഹസങ്ങൾ. എന്നാ ശരി, ഞാൻ ഫോൺ വെക്കണേ. എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് വിളിച്ചു പറയാം. ഓക്കെ. നീ ഇതെവിടെ പോയിരുന്നു? ആ, നമ്മുടെ വീടിന്റെ പുറകിലായിരുന്നല്ലോ സെക്രട്ടേറിയറ്റ്. ഞാൻ ചീഫ് സെക്രട്ടറി ഒന്ന് കാണാൻ പോയതാ. തറുതല പറഞ്ഞാലുണ്ടല്ലോ. എന്റെ അമ്മേ, ഞാൻ അവിടെ വെറുതെ നിന്നതാ. കല്യാണം നിശ്ചയിച്ച സ്വന്തം പറമ്പിൽ നിൽക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? ഓ, ഒരു കളങ്കവും ഇല്ലാതെ അവളുടെ ചോദ്യം കേട്ടില്ലേ? ഓ, ആ പിന്നെ കണിമംഗലത്ത് നിന്ന് മുത്തശ്ശി വിളിച്ചിരുന്നു. നാളെ നിന്നെയും കൂട്ടി പുടവ എടുക്കാൻ പോണോന്ന്. അച്ഛനോടാ വിളിച്ച് പറഞ്ഞത്. അവര് കാറുമായിട്ട് വഴിയിൽ വരും. നീ അവിടെ ചെന്ന് നിന്നാ മതി. എവിടെയാ ചെല്ലണ്ടേ? അത് അച്ഛനോട് ചോദിക്കും. പോവാ. പോണം. പക്ഷേ നിന്റെ ഈ വായിന്ന് കുരുത്തക്കേടൊന്നും വരാൻ പാടില്ല. എന്റെ അമ്മേ, ഞാനൊന്നും മിണ്ടില്ല. പോരെ. എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ പുടവ എന്റെ ഇഷ്ടത്തിന് എടുക്കാലോ. അതെങ്കിലും നടക്കട്ടെ. ആ, അങ്ങനെ നല്ല വഴിക്ക് വാ മോളെ. ഞാൻ ഇപ്പൊ വരാവേ. നാളെ പുടവ എടുക്കാൻ പോകുമ്പോ ചേച്ചി എന്റെ കൂടെ വരുവോ? ഞാനില്ല, നിന്നെയല്ലേ വിളിച്ചത്. അതിനിപ്പോ എന്താ? എനിക്ക് ഈ സാരിയുടെ സെലക്ഷൻ ഒന്നും അറിയില്ല. ചേച്ചി കൂടി ഉണ്ടെങ്കിൽ എളുപ്പമല്ലേ? വേണ്ട, ഇനിയിപ്പൊ കല്യാണപ്പുടവ എടുക്കാൻ ഞാൻ കൂടി വന്നാലേ മുത്തശ്ശി അതിന്റെ ദോഷം കണ്ടുപിടിക്കും. എന്തിനാ വെറുതെ? അതൊന്നുമില്ല. മുത്തശ്ശിയോട് ഞാൻ സമ്മതം വാങ്ങിച്ചോളാം. ചേച്ചി വരുവോ ഇല്ലയോ? വേണോ? ഞാൻ സുന്ദരിയായിട്ട് കല്യാണപ്പന്തലിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കി വാ. ശരി, ഞാൻ വരാം. അങ്ങനെ ഈ കല്യാണം വരെ അച്ഛനെയും അമ്മയെ നീ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ നീ പറയുന്ന ഒക്കെ ഞാൻ കേൾക്കുന്നത്. കേട്ടല്ലോ? അതൊക്കെ എനിക്കറിയാം. അപ്പോ നാളെ നമ്മൾ ഒന്നിച്ചു പോകുന്നു. ഓക്കെ? പ്രിയങ്ക, പാരമ്പര്യമായി വളയിടുന്നതാ കുടുംബത്തിന്റെ ആചാരം. പക്ഷേ നാളെ ഇതെനിക്ക് നിന്റെ വിരലിൽ അണിയിക്കണം. എന്റെ ആദ്യത്തെ സമ്മാനം. നാളെ നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ യാത്രയാണ്. ഒരുപക്ഷെ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള നമ്മുടെ ആദ്യത്തെ യാത്ര. ഞാൻ കാത്തിരിക്കുക. കണിമംഗലത്തുനിന്ന് വണ്ടി ഇവിടെ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതല്ലല്ലോ കണിമംഗലത്തെ കാറ്. ആണോ? ആ കാർ എനിക്ക് പോകാനുള്ളതാ. ചേച്ചിക്ക് അറിയാലോ, എന്റെ സ്വപ്നം സിനിമയാ. ഞാൻ ഇന്നാളൊരു ഓഡിഷന് പോയില്ലേ, ആ സിനിമ പെട്ടെന്ന് സ്റ്റാർട്ടാവും. നീ എന്തൊക്കെയാ പറയുന്നേ? പേടിക്കണ്ട. കല്യാണം കഴിഞ്ഞ് കണിമംഗലത്ത് പോയി വരുണിനോട് കാര്യങ്ങൾ പറഞ്ഞ് വരുണിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ പോവൂ.
കേട്ടപ്പോ ഞാൻ പേടിച്ചു. ഇങ്ങനെ പേടിച്ചാലോ? എനിക്ക് ധൈര്യം തരേണ്ട ആളല്ലേ ചേച്ചി. എനിക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നമ്മുടെ വീട്ടില് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരാൾ ചേച്ചിയാ. അത് നീ കരയുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. ഓക്കേ, ഇപ്പതേ കണിമംഗലത്തെ വണ്ടി വരും. മുത്തശ്ശിയോടൊപ്പം ചേച്ചി മാത്രമേ പോകുന്നുള്ളൂ. എന്താ? എനിക്കിന്ന് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. എന്നെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകാൻ ശരത്ത ആ വണ്ടി കൊണ്ട് വന്നത്. എന്ത് മണ്ടത്തരായി പറയുന്നേ? ഇതിപ്പോ ചേച്ചി വിചാരിച്ച സുന്ദരമായിട്ട് മറികടക്കാവുന്ന കാര്യമുള്ളൂ. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് ചേച്ചി അയച്ചതാണെന്ന് മുത്തശ്ശിയോട് പറഞ്ഞ മുത്തശ്ശി വിശ്വസിച്ചോളും. ടെക്സ്റ്റൈൽസിൽ പോകുന്നു, എനിക്ക് ചേരുന്നൊരു സാരി സെലക്ട് ചെയ്യുന്നു, അത് തന്നെയാ കല്യാണപ്പുടവ. അതൊന്നും ശരിയാവില്ല. എന്നോട് കാര്യം പറയാൻ വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ശരത്തിന്റെ വണ്ടി കയറിയിട്ട് അതുവഴി അങ്ങ് പോയേക്കാം. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. അച്ഛന്റെ അമ്മയുടെ സങ്കടമൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് കൈകാര്യം ചെയ്തോളൂല്ലോ. പ്രിയേ, നീ ഇന്ന് ഈ ഫോട്ടോഷൂട്ട് നടന്നില്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങളാ ഇല്ലാതാവുക. പിന്നെ ആരുടെ മാനക്കേടൊന്നും എനിക്ക് പ്രശ്നമല്ല, കരച്ചിലും പ്രശ്നമല്ല. പ്രിയേ മോളെ, ഞാൻ പ്ലീസ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ കാല് വേണമെങ്കിൽ പിടിക്കാം. ഈ ഒരു കാര്യം കൂടി ചേച്ചി എനിക്ക് വേണ്ടി ചെയ്യും. പിന്നെ ഞാൻ ജീവിതത്തിൽ ചേച്ചി ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. അത് പോകുന്നോണ്ടൊന്നുമല്ല, പക്ഷെ വീട്ടിലെ മുത്തശ്ശേരനെ എന്തൊക്കെയാ പറയാന്നുള്ളത് അറിയാലോ. അപശകനാണെന്ന് പറയുന്ന കേട്ടിട്ട് തല പൊട്ടിപ്പോകുന്ന പോലെ തോന്നുവാ. ഇക്കാര്യത്തിൽ അത് ഉണ്ടാവില്ല. മുത്തശ്ശി ഒന്നും പറയാനും പോകുന്നില്ല. എനിക്ക് സമയായി, ഞാൻ പോവാ. പ്രിയേ, നീ ശരത്തിനൊപ്പം പോകുന്നത് അച്ഛൻ കണ്ട പ്രശ്നമാവും. ഞാൻ കണിമംഗലത്തെ മുത്തശ്ശിയുടെ കൂടെ പോകുന്നത് കണ്ട അതിനേക്കാളും വലിയ പ്രശ്നമാവും. ചേച്ചി, നമ്മൾ ചെറിയൊരു റിസ്ക് എടുക്കുന്നു, ആർക്കും ഒരു വേദന ഉണ്ടാവാതെ കാര്യം പരിഹരിക്കുന്നു, അത്ര തന്നെ. പ്രിയേ, അത് എന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാം. ചേച്ചി ഇവിടെ ഇറങ്ങിയാൽ മതി. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി വീട്ടിലേക്ക് പോവാം. അന്ന് അമ്പലത്തിലെ പൂജയ്ക്ക് എന്നെ കൊണ്ടിരുത്തിയിട്ട് നീ കാണിച്ചറിയാലോ. എല്ലാരും കൂടി എന്നെ ആക്രമിച്ചപ്പോ ഒരു വാക്കുകൊണ്ട് പോലും നീ എന്റെ കൂടെ നിന്നോ? അതിന് ഞാനിതാ ഇപ്പൊ മാപ്പ് ചോദിക്കാം. ഞാൻ പോട്ടെ ചേച്ചി. പ്രിയ, ഞാൻ കൃഷ്ണ, എന്തായി? നമുക്ക് പോവാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അതൊക്കെ ചേച്ചി അഡ്ജസ്റ്റ് ചെയ്തോളും. ചേച്ചി പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ്. കേറിക്കോ. വാ, ആ കേരളോ. മുത്തശ്ശിയില്ല. പുടവെടുക്കാനായിട്ട് നമ്മൾ ഒന്നിച്ചാ പോകുന്നത്. ഞാനും മുത്തശ്ശിയും കൂടെ എത്ര കഷ്ടപ്പെട്ട് അതൊക്കെ പ്ലാൻ ചെയ്തെന്ന് അറിയോ? മുത്തശ്ശി പിന്നെ എന്തിനും എൻ്റെ കൂടെ നിൽക്കും. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് ഒന്നിച്ച് പോകണമെന്ന്.
എന്തുപറ്റി? അറിഞ്ഞൂടാ, പെട്ടെന്നൊരു തലവേദന പോലെ. ആ അതെ, അത് താൻ ആ വെയിലത്ത് കാത്തുന്നതിന്റെ ആവും. താനേ വേണമെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. നമുക്കെന്തായാലും ടെക്സ്റ്റൈൽസിലേക്ക് കുറെ ദൂരം ഉണ്ടല്ലോ.